ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു വചനം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ആഹാസിനോട് പറഞ്ഞു, നീ ഒരു അടയാളം ആവശ്യപ്പെടുക, അത് ആകാശം പോലെ ഉന്നതമാവട്ടെ, പാതാളം പോലെ ഡീപ്പാവട്ടെ. വലിയൊരു അടയാളം ചോദിച്ചോളൂ. നമ്മളെ ബ്യൂട്ടിഫുള്ളായ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ആകാശം പോലെ വലുത്, ഉന്നതമായത്, പാതാളം പോലെ അത്ര അഗാധമേറിയത്, ഒരു ഡീപ്പായ, എന്നുവെച്ചാൽ ഒരു വലിയ അടയാളം നീ ചോദിച്ചോളാൻ ആഹാസിനോട് പറയാണ്. ശരിക്കും അത് ഇമ്മാനുവൽ പ്രവചനമാണ്. ഈശോയെക്കുറിച്ച്, ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ഏശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്ന ഒരു ദൂതാണ്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ഇമ്മാനുവൽ എന്ന് പേരിടണം. ഏറ്റവും വലിയൊരു അടയാളമാണ്, അതായത് രക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ അടയാളം. ആഹാസിനോട് ഇത് പറയുമ്പോൾ ആഹാസിനോട് പറയാണ്, നീ ഒരു വലിയ അടയാളം ചോദിച്ചോളാൻ പറയുമ്പോഴേ നമ്മളിത് പേഴ്സണലി നമ്മുടെ ഒരു ലൈഫിൽ എടുക്കേണ്ട ഒരു കാര്യം. ഇന്നിപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈശോയെ ഇന്നാ ചെയ്ത ഒരു കാര്യത്തിൻ്റെ മേൽ നീ ഒന്ന് ശരിക്കും ഇടപെട്ടായിരുന്നെങ്കിൽ ഇതൊരു അത്ഭുതമായിട്ട് മാറിയാനെ. കർത്താവേ, ഈ ഒരു സംഭവം റെഡിയാണോ, ഇത് ശരിയാണോ, ഞാൻ എടുക്കുന്ന ഈ തീരുമാനം കറക്റ്റാണോ, എനിക്കൊരു അടയാളം തരാമോ? നമ്മളിങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? ഇത് എന്നെ എനിക്കൊരു പ്രൂഫ് വേണമല്ലോ, എനിക്കൊരു സൈൻ കിട്ടണമല്ലോ, ഒരു ഗ്രീൻ ഫ്ലാഗ് കാണണമല്ലോ, ഇതെന്താണ് സംഭവം, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഈശോ ഈ ഒരു വചനം നമ്മളോട് പറഞ്ഞു തരും. ഇന്ന് രാത്രിയിൽ ശരിക്കും ചോദിച്ചോളാനാണ് കർത്താവ് പറയുന്നത്. ആഹാസിനോട് പറഞ്ഞു, നീ ചോദിക്കുക, നീ ഒരു അടയാളം ചോദിക്കുക. ആകാശം പോലെ ഉന്നതം, പാതാളം പോലെ അഗാധമാണ്. എന്ന് വെച്ചാൽ യു ആസ്ക് എ ബിഗ് തിങ്. കർത്താവെ, എനിക്കൊരു അടയാളം കാണിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ എവറി ഡേ വി മേക്ക് ഡിസിഷൻസ് അല്ലേ. ഒത്തിരി ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു ദിവസം കടന്നു പോകണത്. നമുക്ക് ചൂസ് ചെയ്യണം എല്ലാ ദിവസവും. ഇത് കറക്റ്റാണോ, ഇത് റോങ് ആണോ, ഇത് വേണോ, ഇതിന് കൈ കൊടുക്കണോ, ഇല്ല ഇത് ഒഴിവാകണോ, ഇതൊരു നല്ല തീരുമാനമാണോ. ഒത്തിരി ചോയ്സുകൾ എടുക്കേണ്ട ഒരു ദിവസമാണ്. കർത്താവിനോട് ശരിക്കും ചോദിക്കണം, ഈശോ, ഞാൻ നിൻ്റെ കുഞ്ഞല്ലേ, ഷോ മി എ സൈൻ. ഞാൻ ഈ ചെയ്യുന്നത് കറക്റ്റാണെന്ന്, എൻ്റെ ഈ തീരുമാനം കറക്റ്റാണെന്ന് എനിക്കൊരു അടയാളം താ, ഒരു മുട്ടക്കാട്ടൻ, ഒരു വലിയ അടയാളം തരാൻ വേണ്ടി ചോദിക്കണം. കാരണം കർത്താവ് ആഹാസിനോട് പറഞ്ഞു, നീ ചോദിച്ചോ, നീ ഒരു അടയാളം ചോദിക്കുക. ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ്, നാളെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ചെയ്യാനുണ്ട്. ഈശോയെ, ഞാൻ ചെയ്യുന്ന ഈ കാര്യം കറക്റ്റാണോ? ഞാൻ ഈ കാണാൻ പോകുന്ന ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റിന് പോകായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വ്യക്തിയെ കാണാൻ പോകായിരിക്കാം. ഇസ് ഇറ്റ് റൈറ്റ്? കർത്താവ്, ഇത് നിൻ്റെ തീരുമാനമാണോ? അത് എനിക്ക് ബോധ്യം കിട്ടാൻ വേണ്ടി ഷോ മി എ സൈൻ, എനിക്കൊരു അടയാളം തരാം. അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കിടക്കണം. കർത്താവ് ഉറപ്പായിട്ട് ഒരു സൈൻ നിങ്ങൾക്ക് തരും, ഒരു വെളിച്ചം തരും, ഒരു കാല് വെക്കാനുള്ള ഒരു വെട്ടം കർത്താവ് ഉറപ്പായിട്ടും തരും. അത് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളെ ബ്ലെസ് ചെയ്യുകയും ചെയ്യാണ്. ആഹാസിനോട് കർത്താവ് പറഞ്ഞതുപോലെ ഈശോയുടെ നിങ്ങളത് ചോദിച്ചോ, കർത്താവ് എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കർത്താവ് കാണിക്കുന്ന അടയാളത്തിലൂടെ, വെളിച്ചത്തിലൂടെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.